എന്താ അസുഖം? 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. അതാ അസുഖപ്പോ? അല്ല, മുട്ടുംകാലിന്റെ വേദനക്ക്. ഓ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കാലിന്റെ വേദനക്ക് ഒരു കുറവുമില്ലാന്ന് മാത്രല്ല, വേദന കൂടുകയും ചെയ്തു. ഇപ്പൊ കഴുത്തിനും വേദന തുടങ്ങിക്കണം. തല തിരിക്കാൻ വയ്യ. മുമ്പൊക്കെ ദാ ഇങ്ങനെ തിരിക്കേനി. ഇപ്പൊ വലത്തോട്ട് തിരിയണമെങ്കിൽ ദാ ഇങ്ങനെ തിരിയണം, ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഇങ്ങനെ തിരിയണം. അങ്ങനെ വരാൻ തരില്ല. ഞാൻ പറഞ്ഞ പദ്യം പാടിച്ചിണ്ടാവില്ല അല്ലേ? എന്ത് പദ്യം? പദ്യം പദ്യം ഞാൻ ചൊല്ലിത്തരാം. അമ്മക്കു നൽകുവാൻ എന്താ ഇത് കവിയായിരുന്നോ? അപ്പൊ വൈദ്യരല്ലേ പറഞ്ഞ പദ്യം ചൊല്ലാന്? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ച പദ്യം അത്. രസികൻ രസികൻ. ഞാൻ പറഞ്ഞതേ പദ്യം. രഥത്തിലെ എന്ന് വെച്ചാ ചില ചിട്ടകളൊക്കെ പാലിക്കാൻ പറഞ്ഞിരുന്നു. അതായത് മത്സ്യമാംസാദികളൊക്കെ വർദ്ധിക്കാൻ പറഞ്ഞിരുന്നു. ആ ചിട്ടകളൊന്നും പാലിച്ചിട്ടുണ്ടാവില്ല. പാലിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര ഞാൻ പാലിച്ചിട്ടുണ്ട്. ദിവസേന ഉച്ചക്ക് 2 പ്ലേറ്റ് പോത്തിറച്ചിയും രാത്രി 1 പ്ലേറ്റ് നല്ല കഷ്ണമീനും ഞാൻ വർജിക്കാറുണ്ട്. ഹൈ മണ്ട ശിരോമണി, വർജിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും വെട്ടി വിഴുങ്ങി വന്നിരിക്കണു. പിന്നെ എങ്ങനെ അസുഖം ഭേദാവുക? നിങ്ങൾക്ക് ഇനി ഇവിടെ ചികിത്സ ഇല്ല, പൊക്കോളൂ. വൈദ്യർ അങ്ങനെ പറയരുത്. പൊക്കോളൂ. എനിക്ക് വൈദ്യരെ വലിയ വിശ്വാസാ. എനിക്ക് നിങ്ങളെ അശേഷം വിശ്വാസം ഇല്ല. ഇനി ഞാന് വൈദ്യര് പറയും പോലെ കേട്ടോളാം. എന്നാ നോക്കട്ടെ. ഇവിടെ വേദന ഉണ്ടപ്പോ? അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? അവിടെ തൊടല്ലേ? ഇല്ല. ഇവിടെ ഉണ്ടോ? അല്ല. ഇവിടെ അവിടെ വേദന ഉണ്ട്. ഉണ്ടാവും. ഇവിടെ ഞരമ്പ് ചുരുണ്ടുണ്ടല്ലോ. കണ്ണു നോക്കട്ടെ. കണ്ണിന് തീരെ രക്തമില്ല. അതെന്റെ പെണ്ണുങ്ങളും പറയാറുണ്ട്. എന്ത്? കണ്ണ് ചോരല്ലാത്തവനാന്ന്. ശോധനയുണ്ടോ? ഏതെല്ലാം മൂക്ക് കൂടിയാ? അല്ല മണ്ടശിരോമണി, ശോധന ഉണ്ടോന്ന്? ശോധന ഉണ്ട്. ഉണ്ടോ? ഉണ്ടാവും. ഇനി നാക്ക് നീട്ടു. പൂട്ടിക്കോളൂ. അവിടെ ഇരിക്കുക.